അന്ന് 2017 കാമ്പ് മൈതാനത്ത് കണ്ട് കൊതിതിരാതിരുന്ന ഒരു മായാ കാഴ്ചയുണ്ട്. സെൽറ്റ വിഗോക്കെതിരെ അയാൾ ഷോബോട്ടിൽ നിന്നും മൃദുലമായി വിരിഞ്ഞൊരു സുന്ദരം. ബാസയിൽ അത്തരം നെയ്മർ ഷോകൾ നിരന്തരം സാക്ഷിയായിരുന്നു. എങ്കിലും അയാളിൽ മാത്രം സംഭവിക്കുന്ന അപൂർവമായ ആനന്ദ നിർവൃതിയിൽ പലപ്പോഴും മതിമറന്നിരിക്കാനായിരുന്നു ഞങ്ങൾക്കിഷ്ടം. ഇന്ന് ഫുട്ബോൾ ലോകം ഏറെ സംസാരിക്കുന്നത് അയാളുടെ തിരിച്ചുവരവിനെക്കുറിച്ചാണ്. ആഞ്ചലോട്ടിയുടെ പ്ലാനുകളിൽ അയാൾക്ക് സ്ഥാനം നിഷേധിക്കുന്നു എന്ന തലക്കെട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം ബ്രസീൽ ജേഴ്സിയിൽ ഒരു ഐതിഹാസികതയും പിറന്നിട്ടില്ല. ബ്രസീൽ ജന്മം കൊടുത്ത കാൻട്രികളിൽ ഒന്നിലും ആ മണ്ണിൻ്റെ പാരമ്പര്യം ഉയർത്താനുള്ള ഗുണം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഫുട്ബോൾ ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുണ്ടായിരുന്ന ബ്രസീൽ ഫുട്ബോളിന് വേണ്ടി എല്ലാം സംചേർന്ന് ഒരാളായി രൂപപ്പെട്ടു എന്നതാണ് ഈ ലോകം കണ്ടത്. പലരും നിറം മങ്ങിയപ്പോഴും അയാൾ മാത്രമേ അവരുടെ രക്ഷയ്ക്കായി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവൻ ബ്രസീലുകാരുടെ എല്ലാമായി മാറുന്നത്, ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരു സുൽത്താനായി മാറുന്നത്. നെയ്മർ കേവലം ഒരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് സർവ്വമേഖലയും ഉപയോഗപ്പെടുത്തി കാൽപന്ത് ആരാധകരെ മറ്റൊരു മായാലോകത്തേക്ക് വലച്ചയക്കുകയായിരുന്നു അയാൾ. തൻ്റെ കാലുകൾക്ക് അനുസരിക്കും വണ്ണം വഴങ്ങിക്കിടന്നൊരാ പന്തുമായി ഈ 7 ലോകത്തെയും അയാളിലേക്ക് ആകർഷിപ്പിക്കുകയായിരുന്നു, ആലസ്യപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങൾക്കുമപ്പുറം ആർക്കു വേണ്ടിയാണോ തൻ്റെ ജീവിതവും ശരീരവും ബലി കൊടുത്തത്, അവർ തന്നെ തനിക്ക് മുകളിൽ അഗ്നിപരീക്ഷകൾ നൽകുകയാണ്. മികച്ചതാണ് എന്ന് തെളിയിച്ചാൽ അവസരം, മറിച്ചാണെങ്കിൽ വേൾഡ് കപ്പ് അങ്ങ് മറന്നേക്കുമെന്ന്. ആരോടാണ് നിങ്ങൾ ഈ മാനദണ്ഡങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഉയിരും ഉന്മാദവും നൽകിയ മനുഷ്യനോടോ? അതോ നുറുങ്ങിയ എല്ലുകളുടെ വേദന കടിച്ചമർത്തി വേദനാശമനികൾ നിറച്ച് പലവട്ടം നിങ്ങൾക്ക് വേണ്ടി പന്ത് തട്ടാൻ ഇറങ്ങിയവരോടോ? ബ്രസീൽ ജേഴ്സിയിൽ അയാളുടെ പകരക്കാരനെ പോലും കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ പിൻഗാമികൾക്ക് പിറവി നൽകാൻ കഴിയാത്ത കാലത്ത് അയാളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്കൊരു വേൾഡ് കപ്പ് നേടാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് അയാളെക്കാൾ മികച്ചതെന്ന് വാദിക്കാൻ കഴിയുന്ന പലരുടെയും ക്ലബിലെ മാനദണ്ഡമോ നിലവിലെ ഫോമോ ഒന്നും അയാളുടെ നിഴലിനെ പോലും സ്പർശിക്കാൻ ശേഷിയുള്ളതാകില്ല. കാരണം ബ്രസീൽ ജേഴ്സി അണിഞ്ഞൊരു നെയ്മർമാരാകാൻ നടക്കുന്നവരും മഞ്ഞക്കുപ്പായത്തിൽ അമ്പേ പരാജയമായിരുന്നു. എന്നിട്ടും 2026 സ്ക്വാഡിലേക്ക് എത്തിപ്പെടാൻ അയാൾക്ക് പലതും തെളിയിക്കേണ്ടി വരികയാണ്. സാന്റോസിൽ ഇന്നലെ ഒരു നെയ്മർ ഷോ ഉണ്ടായിരുന്നു. പലരും അറുത്ത് മുറിച്ചിടാൻ ശ്രമിച്ചിട്ടും മുറുകൂടി എഴുന്നേറ്റ് തരം തിരിച്ചുവരവ്. ഇരട്ട ഗോളും അതിലൊന്ന് വാസ്കോ ഡ ഗാമയുടെ ഗോൾ കീപ്പർ ലെനാൻഡ്രോയുടെ തലയ്ക്ക് മുകളിലൂടെ എ ക്ലിനിക്കൽ പ്രൈം നെയ്മർ വേർഷൻ. 4 ഇഞ്ച് റേറ്റിംഗിൽ എസ്റ്റാഡിയോ നിന്ന് കത്തും തരത്തിൽ അയാൾ അവിടെ നിറഞ്ഞാടുന്നുണ്ട്. കൂടെ വിനിക്ക് വേണ്ടി ഒരു സാമ്പാ നൃത്തവും. ഒന്ന് മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ വിമർശനങ്ങൾ അവസാനിക്കും മുന്നേ അയാളുടെ കാലുകൾ മറുപടി എഴുതി കഴിഞ്ഞു. ആഞ്ചലോട്ടിയും കൂടെ പണ്ഡിതന്മാരും നിരീക്ഷകരും എഴുതി തള്ളിയെടുത്ത് അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ചുറ്റും നോക്കുക, അയാളുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ഫുട്ബോൾ ആരാധകരെ, ഈ ലോകത്തെ. അതെ, നെയ്മർ അയാൾ ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ പൾസുകളിൽ പറിച്ചെടുക്കാനാവാതെ പടർന്ന് കിടക്കുക തന്നെയാണ്. നെയ്മർ യു തിങ്സ് ഹീ സ്റ്റിൽ യങ്. അതെ, പ്രായമായി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ ബ്രസീൽ താരം ഫാബിയാനോ നെയ്മറെക്കുറിച്ച് ചെറിയ പരിഹാസത്തോടെ പറഞ്ഞ വാക്കുകളാണിവ. ആ അഭിപ്രായവും അയാളെ വിശ്വസിക്കുന്നവരും വിമർശിക്കാൻ തക്കം പാത്തിരിക്കുന്നവരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രായവും പരുക്കും അയാളുടെ ഓട്ടത്തിൻ്റെയും നീക്കങ്ങളുടെയും വേഗത കുറച്ചിരിക്കാം. പക്ഷേ അയാളുടെ സ്കില്ലുകളുടെ മാന്ത്രിക ടച്ചുകളുടെ സ്റ്റൈലും അഴകും അയാളെ വിട്ട് എവിടെയും പോകില്ല. കാരണം ഇപ്പോഴും അയാളുടെ പേര് നെയ്മർ ജൂനിയർ തന്നെയാണ്. സർവ്വസീമകളും ഭേദിച്ച് അയാൾ ഈ ഫുട്ബോൾ ലോകത്തെ നിയന്ത്രിക്കുവാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും.